എല്ലാവർക്കും ഓട്ടോടെക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിലൂടെ ഇൻവിക്ടോ ആൽഫ മോഡലിൽ വരുന്ന ഫ്രണ്ട് ഡ്രൈവർ സൈഡ് സീറ്റിൻ്റെ സീറ്റിംഗ് മെമ്മറി അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സീറ്റിംഗ് മെമ്മറി എന്ന് വെച്ചാൽ നമ്മൾ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ 2 പേര് വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേർക്കും വ്യത്യസ്തമായ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരാൾ കയറി ഇരുന്ന് ആളുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, ആ സെറ്റിങ്സ് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇൻവിക്ടോ ആൽഫ മോഡൽ വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു ഡ്രൈവർ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 പേരുടെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഡ്രൈവിംഗ് സീറ്റിന് മാത്രമാണ് ഉള്ളൂ, ആൽഫ മോഡലിലാണ് അതുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻവിക്ടോ ആൽഫ മോഡലാണ്. ആൽഫ മോഡലിൻ്റെ ഡ്രൈവർ സൈഡ് ഡോറിന് നമുക്ക് 2 രീതിയിലുള്ള സെറ്റിങ്സുകൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ 2 ഡ്രൈവർക്ക്, ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഡ്രൈവറുടെ സീറ്റിംഗ് പൊസിഷനും രണ്ടാമത്തെ ഡ്രൈവറുടെ സീറ്റിംഗ് പൊസിഷനും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഓരോരുത്തരുടെ രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കയറിയാലും ആ ഒരു സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക് വരുന്ന ഒരു സെറ്റിംഗ് ആണ് ഇൻവിക്ടോ ഉള്ളത്. ഇൻവിക്ടോ ഇത് ആൽഫ മോഡലാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സെറ്റ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. നമ്പർ 1 സേവ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. നമ്പർ 2 സെറ്റിങ്സ് സേവ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള പൊസിഷൻ ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലുള്ള ലിവർ ഉപയോഗിച്ച് നമുക്ക് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഞെക്കുക. അതിനുശേഷം ഉണ്ടോ നമ്പർ 1 സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു സീറ്റ് പൊസിഷൻ സേവ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ ഒരാൾ കയറിയിട്ട് നമ്മളിപ്പോൾ സീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ സീറ്റ് പുറയിലേക്ക് മൂവ് ചെയ്യിച്ചു. അതിൻ്റെ ചാരൊക്കെ നമ്മൾ മടക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ കയറിയ സമയത്ത് ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ല എങ്കിൽ, ആളുടെ സേവ് ചെയ്ത പൊസിഷനിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്ന ആ ഇതിൽ ഞെക്കി വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു പൊസിഷൻ സെറ്റാവും. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആ ഒരു മെമ്മറിയിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ 2 മെമ്മറി നമുക്ക് ഇതിനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സീറ്റിൻ്റെ സ്വിച്ചുകൾ വരുന്നത്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ഇതിൽ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് പുറയിലേക്ക് പോകും. നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സീറ്റിൻ്റെ ചാര് നമുക്ക് മടക്കാനും നിവർത്താനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ 2 സ്വിച്ചുകളാണ് സീറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ സീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ ഏതാണോ അതിലേക്ക് ഓട്ടോമാറ്റിക് സീറ്റ് വരും. അതുപോലെ നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സീറ്റ് ഓട്ടോമാറ്റിക് പുറകിലേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇൻവിക്ടോ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ മെമ്മറി സെറ്റിങ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് മോട്ടറൈസ്ഡാണ് ഇതിൻ്റെ സീറ്റ്, ഇലക്ട്രിക്കലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻവിക്ടോയുടെ സീറ്റിംഗ് മെമ്മറി സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.